ക്രിസ്മസ് ഒരു കാലമല്ല, അതൊരു അനുഭവമാണ്. യേശുക്രിസ്തുവിന്റെ ഈ ലോക ആഗമനത്തിന്റെ ആരംഭത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയെ സന്ദർശിച്ച് ഇപ്രകാരം പറഞ്ഞു: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഈ വന്ദനത്തിന്റെ അർത്ഥം ഏറെ താമസിയാതെ അവൾ തിരിച്ചറിഞ്ഞു. വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നുവെങ്കിലും ഭർത്താവിനോടൊപ്പം ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവൾ. അവൾ ചിന്തിച്ചു കാണും, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാകുന്ന യോസഫുമായിട്ടുള്ള കുടുംബജീവിതത്തിന്റെ തകർച്ച, നിലവിലിരിക്കുന്നതാകുന്ന നിയമം അനുസരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ കല്ലേറ് കൊണ്ടുകൊണ്ട് മരിച്ചു വീഴേണ്ട അവസ്ഥ. ഈ സാഹസികത താൻ ഏറ്റെടുക്കണമോ? എന്നാൽ അവൾ ഒരു കാര്യത്തിൽ ഉറച്ചു. ദൈവദൂതൻ ദൈവഹിതമാണ് അറിയിച്ചിരിക്കുന്നത്. മറി ഇപ്രകാരം പ്രതിവചിച്ചു: ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. തന്റെ ഉദരം ദൈവപുത്രന് ജാതം ചെയ്യുവാനായി മറിയ ഇടം നൽകി. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ദൈവത്തിന് കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ നമ്മൾ എത്രമാത്രം തയ്യാറാണ്? അലക്സാണ്ടർ പോപ്പ് പറയുകയാണ്, അനേകായിരം പുൽക്കൂടുകളിൽ ഉണ്ണിയേശുവിനെ വെച്ചാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണിയേശുവിന് പിറക്കുവാൻ നീ ഇടം കൊടുക്കുന്നില്ലെങ്കിൽ നിന്റെ ക്രിസ്മസ് വ്യർത്ഥമാണ്. ജീവിതയാത്രയിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ്. മറിയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷിച്ചത് എപ്രകാരം എന്നുള്ളത് തുടർന്നുള്ളതാകുന്ന അവളുടെ പാട്ടിൽ നിന്ന് വ്യക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള ഭാഗം മറിയയുടെ പാട്ടാണ്. അവൾ ദൈവത്തിലുള്ളതാകുന്ന സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അവൾ പറയാണ്, ദൈവം വിനയമുള്ളവരെയും തകർന്നവരെയും പ്രതീക്ഷയിലേക്ക് നയിക്കുന്നു. അവരെ ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് നയിക്കുന്നു. ചരിത്രം ഇന്ന് അവളുടെ കൂടി ചരിത്രമായി മാറുകയാണ്. താഴ്ന്നവരെ കടാക്ഷിക്കുന്ന ദൈവം, താഴ്മയുള്ളവരെ ശ്രദ്ധിക്കുന്നവനായിരിക്കുന്ന ദൈവം, അവരുടെ ശബ്ദത്തെ കേൾക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവൾ പാടുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള ഭാഗത്ത് അവിടെ ഒരു വിധവയായിരിക്കുന്ന സ്ത്രീ ദേവാലയത്തിൽ ദാനങ്ങൾ അർപ്പിക്കുവാൻ വരുന്നുണ്ട്. അവളുടെ കയ്യിൽ അല്പം മാത്രമേ ഉള്ളൂ. ചരിത്രകാരന്മാർ പറയുന്നത് ശ്രദ്ധയാകർഷിക്കത്താകുന്ന ഒന്നും തന്നെ അവളിലില്ല. എന്നാൽ ആ നേർച്ചപ്പെട്ടിയുടെ അരികിലേക്ക് വരുന്ന ആ സ്ത്രീയെ ശ്രദ്ധിക്കുന്നതാകുന്ന യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലെ തൻ്റെ ഉപജീവന മാർഗത്തെ മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവളെ ശ്രദ്ധിക്കുന്നതാകുന്ന യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു: സുവിശേഷം ഉള്ളോടത്തോളം കാലം ഇവൾ ഓർമ്മിക്കപ്പെടും. മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റവും നിസ്സാരയായ വ്യക്തിയെ ദൈവം ഈ 2025 വർഷത്തിന് ശേഷവും ചരിത്രത്തിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലും നമ്മെ പഠിപ്പിക്കുന്നതാകുന്ന പാഠം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ സാധിക്കണം. മറിയെപ്പോലെ, ഈ സ്ത്രീയെപ്പോലെ നമ്മൾക്കും ഈ ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957. നമ്പർ വീണ്ടും 988-022-1957.